ഇന്ന് 31 ഡിസംബർ 2018. അപ്പോൾ നമ്മുടെ ഈ വർഷം അവസാനിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്ന് സത്തേൺ മെനുവിൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വേണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യലാണ് ഇന്ന്. അപ്പോൾ ബാച്ചിലേഴ്സിന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ എളുപ്പത്തിലുള്ള ഒരു ചിക്കൻ കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു കറി. ഇത് ബാച്ചിലേഴ്സിന് മാത്രമൊന്നുമല്ല, പെട്ടെന്ന് നമുക്ക് ഒരു ചിക്കൻ കറി ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സത്തേൺ മെനു ആദ്യമായിട്ട് കാണുന്നവരോട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ ചെറുനാരങ്ങ. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയുടെ അല്ലിയാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 7-8 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവോളയാണ്. സവോള 3 മീഡിയം സൈസുള്ള സവോളയാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഈ ചെറുത് ഒരെണ്ണം ഞാൻ അവിടെ കിടപ്പുണ്ടായത് ഞാൻ എടുത്തതാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, 3 മീഡിയം സൈസുള്ള സവോള മതിയാവും. പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളിയാണ്. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ തക്കാളിയുടെ പുളിക്കനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇത് അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ്. അപ്പോൾ പുളി ഇല്ലാത്ത തക്കാളിയാണെങ്കിൽ ഒരെണ്ണം കൂടെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ചെറിയൊരു തക്കാളിയും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചെറുനാരങ്ങ ഒഴികെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും എത്രത്തോളം ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പം അപ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയതാണ്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ പകുതിയുടെ നീര് ഇതിനകത്തേക്ക് ചേർക്കാം. കൂടെ നല്ല എരിവുള്ള മുളക് പൊടി ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് തൈരാണ്. അപ്പോൾ ഞാൻ നല്ല കട്ട തൈര് ഈ ഒരു സ്പൂണിൽ, വലുപ്പമുള്ള ഒരു സ്പൂണിൽ മുഴുവനായിട്ടും കട്ട തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഇതിനകത്തേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. മാരിനേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് ബാക്കിയൊക്കെ റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് മാരിനേറ്റ് ആയി കിട്ടിക്കോളും. അത്രയൊക്കെ സമയം വെച്ചാൽ മതി. ഉപ്പൊന്ന് പിടിക്കണം. ഉപ്പും പുളിയും എരിവൊക്കെ ഒന്ന് പിടിച്ചാൽ മതിയാവും. നമ്മൾ കുറേ നേരം മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു കടായി എടുക്കാം. കടായിലേക്ക് ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണ് എടുക്കുന്നത് അത് എടുക്കാം. വെളിച്ചെണ്ണയാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ പെരുംജീരകം ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പെരുംജീരകം ഇല്ലാന്നുണ്ടെങ്കിൽ സാദാ ജീരകം എടുക്കാം, അതായത് ചെറിയ ജീരകം എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് പട്ടയാണ്. ഏകദേശം ഒരു 3-4 കഷ്ണം പട്ട ഞാൻ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളക് വേണം. ഞാനിവിടെ 1 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആ മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവോള ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചെറുതായിട്ട് അരിയുന്നതാണ് ഈ ചിക്കൻ കറിയുടെ ടേസ്റ്റ്. നമുക്ക് എത്രത്തോളം ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റിയും ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് ഇടാതെയാണ് വഴറ്റുന്നത്. നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ സവോളയുടെ അകത്തുള്ള വെള്ളമൊക്കെ അങ്ങ് പുറത്ത് വരും. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. പക്ഷേ നമുക്ക് ഗ്രേവിക്കൊരു തിക്നെസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പിട്ട് വഴറ്റുന്നില്ല. നമ്മൾ പിന്നീടാണ് ഉപ്പിടുന്നത്. അപ്പോൾ ആദ്യം സവോള നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കേ, നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രത്തോളം സവോള ഇട്ടാലും എല്ലാം കൂടെ വഴണ്ട് വരുമ്പോൾ ഇത്രയും കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സവോളയുടെ എണ്ണ ഒന്നും കുറയ്ക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് എടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എടുത്തിരിക്കുന്ന പച്ചമുളകിന് നല്ല എരിവുണ്ട്.
ഞാൻ 2 ചേർത്തിട്ടുണ്ട്. 2 നെടുകെ കീറിയിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പേസ്റ്റ് പോലെ ഒന്നും ചതക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ അത് ഏകദേശം ഒരു 1.5 സ്പൂണുണ്ട്, അത് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുവാണ്. പിന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറണം. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പച്ചമണം മാറാൻ ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് കാണും നമ്മൾ കറിക്ക്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് പൊടികളാണ് ചേർക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മുളക് പൊടി ചേർക്കണം. ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ എടുക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് നമ്മൾ ഓൾറെഡി ചിക്കനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇവിടെ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് സ്പൈസിയാണ് കറി. അതേപോലെ തന്നെ ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാൻ എടുത്തിരിക്കുന്ന കുരുമുളക് പൊടിയും നല്ല എരിവാണ്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. പൊടികളുടെ പച്ചമണം മാറുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി ചെറുതായിട്ടൊന്ന് അരിയാൻ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ നിങ്ങൾക്കിത് ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കൂടെ ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും തക്കാളി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിക്കണം. അതിൽ നിന്ന് എണ്ണയൊക്കെ വിട്ട് വരുന്ന ഒരു പാകം വരും. ഇതാ ഇപ്പം നോക്കിക്കുക, എണ്ണയൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകം വരെ നമ്മൾ നന്നായിട്ട് വേവിക്കണം. അപ്പോൾ അത് തക്കാളിക്ക് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഗരം മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ ഗരം മസാല 1.5 സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. സ്പൂൺ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ള ഈ ഒരു സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ 1.5 സ്പൂൺ ഞാൻ ചേർത്തിട്ടുള്ളത്. വലിയ സ്പൂണല്ല, അത്യാവശ്യം ചെറിയ സ്പൂണാണ്. ഈ ഒരു സ്പൂണിൽ 1.5 സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് ചിക്കനാണ്. അപ്പോൾ നമ്മൾ ഈ സവാളയൊക്കെ അരിഞ്ഞ് വെക്കുന്നതിന് മുമ്പ് ചിക്കൻ മസാലയൊക്കെ പുരട്ടി വെക്കുവാണെങ്കിൽ ചിക്കനിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കും. അപ്പോൾ ആ ഒരു സമയം കണക്കാക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിനകത്തേക്ക് മെയിനായിട്ട് നമ്മൾ ചേർത്തിട്ടുള്ളത് പുളിയും ഉപ്പ് അതേപോലെ തന്നെ എരിവിൻ്റെ മസാലകളാണ് ചിക്കനിനകത്തേക്ക്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിപ്പോൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിക്കാം. പടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. 2 മിനിറ്റ് മതിയാവും, കുറേ നേരം വെക്കരുത്. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ നോക്കിക്കുക, 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുറന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക, ഏറ്റവും കുറച്ച് വയ്ക്കുക, ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ചിക്കൻ നന്നായിട്ടൊന്ന് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം എന്ന് പറയുമ്പോൾ ഏകദേശം 1 ഗ്ലാസ് വെള്ളത്തിൻ്റെ അടുത്ത് മതിയാവും. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ചേർക്കാം. ഇപ്പോൾ ഒരുപാട് ലൂസാക്കരുത്. ഇപ്പോൾ ഒരുപാട് ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കാണില്ല. അത്യാവശ്യം കുറച്ച് കട്ടിയിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമ്മളിനി ഒന്ന് വേവിക്കണം. 10 മിനിറ്റ് വേവിക്കണം. നമ്മളിനി ഒന്ന് തുറന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. അപ്പോൾ ഇത് നോക്കിക്ക്, 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കിതിൽ ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ
നമ്മൾ ഒരു കഷ്ണം ചെറുനാരങ്ങയുടെ പകുതി മാത്രമല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി പകുതിയുടെ നീര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. കുരുമുളക് പൊടിയും നിങ്ങൾ നാരങ്ങയുടെ നീരൊക്കെ ചേർക്കുവാണെങ്കിൽ കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചിട്ട് വേവിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് കാണും. അപ്പോൾ അതുണ്ടാവാൻ പാടില്ല. നിങ്ങൾ ചേർക്കുവാണെങ്കിൽ കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കാം. അതേപോലെ തന്നെ വെള്ളം, അതായത് നിങ്ങളുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിക്കണം. 1 മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാവും. ആ മല്ലിയിലയുടെ ഒരു ഫ്ലേവറൊക്കെ അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതാ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇപ്പോൾ കണ്ട ഒരു സ്പൂണിലുണ്ടല്ലോ, അതിൽ പകുതി നെയ്യ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അത് ഏകദേശം 1 ടീസ്പൂൺ ഉണ്ടാവും. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുവാണ്. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ കറിക്ക്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ആ നെയ്യുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിക്കാം. അപ്പോൾ അത് ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണമാണ്. ഇവിടെ നല്ല ഫ്ലേവർ ഉണ്ടാവും നമ്മൾ നെയ്യ് ചേർക്കുന്ന സമയത്ത്. ഒരുപാട് ചേർക്കരുത് കേട്ടോ, അപ്പോൾ നെയ്യുടെ ഒരു മണമായിരിക്കും. അങ്ങനെ ചേർക്കരുത്, ഇച്ചിരി ചേർത്താൽ മതിയാവും. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി, ബാച്ചിലർ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ താഴെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതിൻ്റെ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്